Let's run to the rest of our lives and leave everything that we've known behind. We won't look back. Together we have everything that we'll ever need. So take my hand, all the places we'll go. Let's run our way to the great unknown, to the great unknown. Oh, let's see what this love can be. Together we are wild and free. Oh, let's find. ആത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കാരുണ്യവാനും സ്നേഹസമ്പന്നമായ യേശുവേ, ഇന്ന് നടക്കുന്ന വിവാഹ ഉടമ്പടിയെ കർത്താവ് രണ്ട് കുടുംബങ്ങളെ തന്നെ ബന്ധിക്കുകയാണ്. അങ്ങയുടെ തിരുവചനം പറയുന്നു, ജീവൻ ചോദിപ്പിച്ചത് മനുഷ്യനാട്ട് വേർപ്പെടുത്തണം. മരണകാലം വരെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സഭയോട് ചേർന്ന് നിന്ന കർത്താവ് ഈ കുടുംബം രണ്ട് മനുഷ്യടത്തുന്ന മാതാപിതാക്കളെയും ഇവിടുത്തെ കർത്താവ് ഈ മകൻ്റെ ജോഷുവിൻ്റെയും കർത്താവെയും മാതാപിതാക്കളുടെ കുടുംബങ്ങളെയും ബന്ധുജാതികളെയും അയൽക്കാരെയും രണ്ടുപേരെയും രണ്ട് ബന്ധുക്കളാവും ആ രണ്ട് ബന്ധം ഒന്നാക്കി കർത്താവെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഇതിവിടെ കൂടിയിരിക്കുന്നു. ഈ വലിയ കാര്യത്തെ കർത്താവിൻ്റെ വിശുദ്ധാത്മാവും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചു നല്ല ഭംഗിയായിട്ട് നിർത്തിത്തരണമേ എന്ന് പ്രത്യേകമായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ജീവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തിരുക്കുടുംബത്തിനോട് പ്രത്യേകമായി സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ യാത്രയിലും പോക്കിലും വരവിലും വാഹനത്തിലുമൊക്കെ അവിടുന്ന് സുരക്ഷമാക്കി അവിടുന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഇതിനു വേണ്ടി കർത്താവെ കടന്നു വന്ന മക്കൾ, യാത്രയിലായിരിക്കുന്ന മക്കൾ, ഇപ്പോൾ കർത്താവിടെ കടന്നു വന്ന മക്കളും അതേ ഭംഗിയിലേക്ക് തന്നെ തിരിച്ച് സന്തോഷത്തോടെ അവരെത്തുവാൻ നല്ലവനായ ദൈവത്തിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കർത്താവെ ഈ വിവാഹ ഉടമ്പടി ചെയ്തു തന്നതിനായി വളരെ നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. നിത്യപിതാവും പുത്രനും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക്
പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപേക്ഷ കർത്താവുകളെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും അവിടെ ഞങ്ങൾ നന്ദിയോടെ കർത്താവിൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. Heading out on our own with our hope in the clouds, and we're starting to see that we're onto something. Feel it coming, we'll keep running, nothing in our way, and we got no reason to wait. Let the journey take you where it wants to. We'll continue to find our way through anything we face. We got what it takes. Here we go. All we need is an open road and a chance to see a never-ending world that's beautiful. Here we go with the sunlight on our skin. ഒരുങ്ങി ആഭരണങ്ങൾ അണിഞ്ഞ് മൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് പരിപാവനമായ അൾത്താരയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. വിവാഹം എന്ന ഉദാസ സ്വീകരിക്കുവാൻ ഇവിടെ യേശുവാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. എപ്പോഴും ഓർമ്മയുണ്ടാകണം, ദൈവം യോജിപ്പിച്ചത് മരിച്ചു പറയുമ്പോൾ നമ്മൾ നിങ്ങളുടെ സ്നേഹത്തെ, കുടുംബത്തെ ക്രിസ്തു സഭയും തമ്മിലുള്ള സ്നേഹവുമായിട്ടാണ് ഉപമിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് തന്റെ ജീവൻ കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾ ഏക ശരീരമാണ്, ഏക മനസ്സാണ്, ഏക ഹൃദയമാണ്. ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. സ്വാർത്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ ഒരുമിച്ചെടുക്കണം. എൻ്റെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടമാണ് നിറവേറപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ബലിയിൽ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം കെട്ടിപ്പിടിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. നിങ്ങൾക്ക് തിരക്കുകൾ ഒരുപാടുണ്ടാകാം, പക്ഷേ വൈകുന്നേരം സന്ധ്യാവനം മുഴങ്ങുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് മുന്നിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നത് നിസ്വാർത്ഥമായ സ്നേഹത്തിലാണ്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. പിന്നെ കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നത് പരസ്പര വിശ്വസതയിലാണ്. നിങ്ങൾക്ക് ദൈവം ഒരു ഭർത്താവിനെയും ഒരു ഭാര്യയുമാണ് വിവാഹങ്ങളുടെ ഉദാശയിലൂടെ നൽകുന്നത്. ഈശോ നിങ്ങളെ രണ്ടുപേരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ വിവാഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും രണ്ടരയിലുകൊണ്ട് നേടുകയും ചെയ്യുകയാണ്.
കൃപ കാലത്തോളം ചെയ്യണമേ. അങ്ങനെ മുമ്പാകെ ഒന്നാമത്തെ ദൈവം പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകണേ. അങ്ങയുടെ എന്നും ദൈവമാകുവാൻ അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ പിതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമൂടികളായ ഇന്ത്യമൂടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവുമാകുന്ന അനക്ഷരമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറാ അബ്രഹാത്തെ നാഥായെ വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാണ്. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരടുത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശമെന്നതിൽ അവരോട് ബഹുമാനം കാണിക്കണം. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അർത്ഥങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. വീടുകൾ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തലും നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് ഉത്തരവുകളിൽ സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും അവിടുത്തെ നോക്കികൾ പ്രകാശിതരായി അവർ ലഭിച്ചതാകുകയില്ല. ഈ എളിയവനെ വിളിച്ചു കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് നല്ലതെന്ന് വിധിച്ചറിയുക. അവിടുത്തെ ആശ്രയിക്കുന്നത് ഭാഗ്യമാണ്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്. മറുപടി പറഞ്ഞ സൃഷ്ടാവ് ആദ്യം തന്നെ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷനും പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഇവരിരുവരും ഏക ശരീരമായി തീരുമെന്നും
അവിടെ നല്ല നിശ്ചയിക്കുന്ന നിങ്ങളുമായി ചിക്കൻ്റെ അതുമൂലം പിന്നീട് രണ്ടല്ല ഒറ്റ ശരീരമായി നിങ്ങളുടെ ദൈവം സൂചിപ്പിച്ചത് മനുഷ്യപ്പെടുത്താതെ കർത്താവിന്റെ സുവിശേഷം വചനങ്ങളുടെ പാപങ്ങളുടെ ശനിമാകട്ടെ. ഈശ്വരത്തെ പ്രിയ വൈദികരെ, പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ജോഷിനും ജിസയ്ക്കും നേർന്നുകൊള്ളുകയാണ്. ഞങ്ങൾ വളരെ നിശബ്ദമായിട്ട് ഞാൻ സൈനിക്കുകയായിരുന്നു. ജോഷിച്ചാണ് ഈ കുടുംബത്തിലെ വലിയ ഒരു ഫാമിലി ഫ്രണ്ടാണെന്ന് ചിത്രത്തിലുണ്ട് കുർബാന ചെല്ലാനായിട്ട് പറഞ്ഞത്. എന്നെ മനസ്സിലാക്കി ഞാൻ അങ്ങനെ 3 മിനിറ്റ് പ്രസംഗം പറഞ്ഞാണ് വന്നത്. ഈ ജീവിതയാത്ര തുടങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് പുതിയൊരു ജീവിതയാത്ര ഒരുമിച്ച് കലങ്ങൾ ചേർത്തുകൊണ്ട് പ്രിയ ജോസിനും ജിസയും ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു യാത്രയിലാണ് ജിസയുടെ അപ്പനായ ജോസ് ചേട്ടനെ ഞങ്ങൾ പൊതുവെ പേരിട്ട് വിളിക്കുക ആശാനാണ്. അത് ഈ യാത്രയുടെ കണ്ടുമുട്ടിയ 4 വ്യക്തികളിൽ ഒരാളാണ് ജോസ് ചേട്ടൻ. ഞങ്ങൾ തമാശ രൂപേണ ആശാനം കഴിയും ഒത്തിരിയേറെ മനസ്സിലാക്കുകയും അറിയുകയും വ്യക്തിപരമായിട്ടൊക്കെ അറിയാവുന്ന ജോസ് ചേട്ടൻ ഞാൻ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പും അതിന് മുമ്പിലായിട്ട് ഒത്തിരിയേറെ മോനെ കൊച്ചെ ചെമാച്ചെന്ന് വിളിച്ചുകൊണ്ട് ഒത്തിരിയേറെ സ്നേഹത്തിലേക്ക് വാക്കുകളൊക്കെ പറഞ്ഞ് പ്രോത്സാഹിക്കുന്ന മനുഷ്യനാണ്. അതിനിടയിലാണ് വീണ്ടും പൗരത്വ ജീവിതത്തിലേക്കുള്ള ഒരു വഴി തിരഞ്ഞെടുത്ത് പോവുക. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പലപ്പോഴും ജോൺസിലേക്ക് പോകുമ്പോഴത്തേക്കും ചേച്ചി എന്ന് പറഞ്ഞാണ് പലപ്പോഴും വിളിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് ഞാൻ വേണ്ട എന്നെ കണ്ടുകാണിയ പ്രായം തുടങ്ങിയപ്പോഴേക്കും അല്പം പ്രായമുണ്ട്. എന്നാലും ചേച്ചിയെ വിളിച്ചത് എന്നോടാണ് ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് ക്ഷീണിച്ചു പോയത് വിളിക്കുന്നത്. ഇന്ന് ജിസയും ജോഷിയുടെ വിവാഹത്തിലാകുമ്പോഴത്തേക്ക് നമ്മൾ പല അറേഞ്ച്മെന്റ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും മനുഷ്യരായ കുടുംബക്കാരായിക്കോട്ടെ എല്ലാവരും ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തു തീരുമാനമെടുത്തു ദിവസങ്ങൾ തീരുമാനിച്ചു. എന്നാൽ യഥാർത്ഥത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുക ഈശോ തമ്പുരാനാണ്. നിങ്ങൾ ഇന്നിവിടെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങൾ അതിനെ വേർപെടുത്താനുള്ളതല്ല, മറിച്ച് ജീവിതാന്ത്യം വരെ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ്. ഈ പറഞ്ഞതുപോലെ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി വലുതായിട്ട് പറഞ്ഞു തന്നു. ഈ സ്നേഹബദ്ധമായിരിക്കണം നിങ്ങളുടെ ഇടയിലും ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടത്. ജോസിന് ഇനി ജിഷയ്ക്ക് ജോസിനുമായിരിക്കണം ഈ ജീവിതയാത്രയിലെ കൂട്ടുണ്ടാകുന്നത്. ഈ കുടുംബജീവിതം തുടങ്ങി കഴിയുമ്പോൾ നിരവധിയായ പോരായ്മകൾ, കുറവുകൾ, പ്രതിസന്ധികൾ എല്ലാം കടന്നു വരും. എന്നാൽ എല്ലാത്തിനെയും അതിജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണം. പരസ്പരമൊക്കെ ആശ്വാസമായിട്ട് മാറാം. പരസ്പരം ആശ്വാസമായിട്ട് മാറുമ്പോഴത്തേക്കാണ് പരസ്പരം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളിയും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇതിന്റെ നിമിഷത്തിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇന്ന് വിവാഹത്തിലാകുന്ന കർത്താവിന്റെ ഇടപെടലോടുകൂടി കർത്താവിന്റെ സന്നദ്ധിയിൽ ഈ ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ എന്നും അവരുടെ വിശുദ്ധിയോടുകൂടി കുടുംബത്തിൽ നയിക്കുവാനും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വെല്ലുവിളിയും തരണം ചെയ്യുവാനും ഇവർക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം സ്വന്തത്തിലായിരിക്കുന്ന ഒരാളുകൂടെ ലഭിച്ചോ ഏറെ സ്നേഹത്തോടെയും പ്രാർത്ഥന ഒത്തിരി സന്തോഷത്തോടെ സ്വന്തത്തിലായിരിക്കുന്നതോടെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ജോൺസിന്റെ ഒരു വല്ലാത്ത സങ്കടമാണ് എപ്പോഴും എനിക്കറിയാം. എപ്പോഴും കാണുമ്പോഴും ഒരുപാട് സ്ഥാനത്തുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ കാണുമ്പോഴും പറയുമ്പോഴും ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ സ്വർഗത്തിരുന്ന് എൻജോയും സന്തോഷിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഈ വിവാഹച്ചടങ്ങിൽ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവസന്നിധിയില് അവൻ ഒട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കുമായ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക നിങ്ങളെ ധൈര്യമാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്.
വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാകും പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാസമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ജോർജ് ജോയ്, ജിസ ജോൺസൺ. നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യഭർത്താക്കന്മാർ എന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ചു ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും നിങ്ങൾ സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വളരെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ജിസ ജോൺസൺ, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ജോഷി, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ തിരുസഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് ആത്മീയപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആമേൻ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും ദയാപൂർവം ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദത്തിന്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദത വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയാൻ അനുഗ്രഹമാകണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു കൊടുക്കുക. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു കൊടുക്കുക.
ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുത്തപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണത്തിന് വിശദീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ജോസുവിനെയും ജിസയെയും ഈ ദമ്പതികൾ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകാനും മക്കളിൽ ചെറിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ബഹുമാനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകകളായി പ്രക്ഷോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബദ്ധനായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കട്ട സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാൻ വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ എന്ന് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹോദാശുൾപ്പെടെ അങ്ങ് സംയോജിപ്പിച്ചവരെ കൃതവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ജനവുമായി അങ്ങ് ഒരു പുതിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ അങ്ങേ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രഹസ്യം വഴി അങ്ങ് അവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മൊത്തത്തിൽ കൂട്ടവാഴ്ചയായി നിർത്തുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാവര സന്തതി അങ്ങ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കൂടാശ അങ്ങേ സ്നേഹത്തിന്റെ അവർണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ ബാലകന്മാരോടും സകല വിശുദ്ധരോടുമൊത്ത് അഭിരാമം സ്മരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിനും ഹൃദയത്തിനും ഒന്നായി തീർന്ന ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവിടമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗതാശീല അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസരായ ജോസ്മിൻ, ജോയ്, ജിസ, ജോൺസൺ ഈ മക്കളുടെ മേൽ അവിടുത്തെ വലതുകരം കനിവാൻ കർത്താവേ, ഈ കൗതാശീക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിന്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാൻ അങ്ങേ സാന്നിധ്യത്തിന്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണമുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജരാക്കാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ ജിസ ജോൺസനെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം മറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങേ ദാസനായ ജോസ്മിൻ ജോയുടെ സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിന്റെയും കരുതലുള്ള പിതാവിന്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുമ്പാകെ വിവാഹത്തിൽ ഒന്നായി തീർന്ന അങ്ങേ അർദ്ധാനമേശയെ സമീപിക്കാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നത്.
സർവശക്തനായ പിതാവായ ദൈവം തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ച്. I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean.
light. This life will keep us young, yeah, keep us young. And we will sleep by the ocean. Our hearts will move with the tide. And we will wake in the morning. અને ભૂલો બધી વાત પ્રેમની આ મૌસમ છે अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे होई गई रात મને ભૂલો બધી વાત પ્રેમની આ मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा तारा छबीला तारा रंगीला तारा रंग बेर जुए तारी बात छोगाला तारा ओरे छबीला तारा ओरे रंगीला तारा रंग बेर जुए तारी बात रे എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. ഇന്ന് ജോഷിന്റെയും ജിസയുടെയും വിവാഹ മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ഗ്രാൻഡ് സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. സോ ജിസ ആൻഡ് ജോഷ്വിൻ, ഇന്ന് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിനമാണ് അല്ലേ? ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്, റിലാക്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഓഫ് യു ആൻഡ് ഐ വിഷ് യു സക്സസ് ആൻഡ് ലോങ് ലൈഫ് ടുഗദർ. ഓക്കെ, ഇന്നത്തെ ഇവരിന്ന് ഇത്രയും ഗോർജിയസ് ആയിട്ട് എൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരോട് രണ്ട് വാക്ക് ചോദിക്കാതെ പോയാൽ മോശമായിട്ട് അല്ലേ? കാത്തിരുന്ന് അവര് ഒരു പുതിയ ജീവിതം ഇന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങളോട് എന്താണ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ജോഷിനോടാണ് ചോദിക്കാനുള്ളത്. ആദ്യം ജോഷി, ജിസയെ പോലെ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കാൻ ഉണ്ടായ ആ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? നല്ലൊരു കൈ കൊടുക്കുക അല്ലേ? നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ് ജിസ എന്നാണ് ജിസയുടെ ഏറ്റവും പ്രിയതമനായ ജോഷിന്റെ അഭിപ്രായം. ഇനി നമുക്ക് ജിസയോട് ചോദിക്കാം. ജിസ, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു അവസരം കൊടുക്കുമോ? അല്ലേ? ഈ ഒരു അവസരം നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ എന്താണ് ഇത്രയും കാലം മനസ്സിലാക്കിയത് എന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു രീതി ഇതാണ്. അപ്പൊ ജിസ പറയുന്നത് ഏറ്റവും നല്ല ഓക്കെ ജോഷി നല്ലൊരു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം അല്ലെങ്കിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൊരു വ്യക്തിയാണെന്നാണ്. ഓക്കെ, അപ്പൊ അവര് എൻ്റെ ഒരു പുതിയ ജീവിതം തുടങ്ങിയാണ്. അപ്പോൾ സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വിജയകരമായി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. കൈയടി പോരാ കേട്ടോ.
ആയിരിക്കില്ലേ? യെസ്, എന്താ? ഓക്കെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മൾ ഇവരെക്കാളും ഒത്തിരി ഹാപ്പി ആയിരിക്കും. കാര്യം അവരെടുത്തിട്ടുള്ള എഫേർട്ട്, അവരെടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക്. ഇന്ന് ഈ ഒരു നിലയിൽ ഈ 2 നവവധൂവരന്മാരെ ഒരുക്കി ഇവിടെ എത്തിക്കാനായിട്ട് അവരെടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക്. അപ്പോൾ പാരൻസും ഫാമിലി മെമ്പേഴ്സും അവരെ കൂടാതെ ഈ സ്റ്റേജ് ഇൻകംപ്ലീറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിയല്ലേ? ആണോ? എനിക്ക് റെസ്പോൺസ് വേണം കേട്ടോ. ആണ്, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവരെ 2 പേരും നിങ്ങൾക്ക് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട എന്നറിയാം. എന്നാലും ഇന്നത്തെ ഈ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവർ 2 പേരെയും നിങ്ങൾക്ക് ഞാൻ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. Okay, to start with our handsome groom, Mr. George Pinchani, working as an SSA officer in UAE, and he's the son of Mr. Joy Anthony and Mrs. Gigi Joy, and he have got 2 siblings, Mr. Joy and Jerry Joy, and he is from Korean family. And let's know more about our beautiful bride, Mrs. Gisela Johnson, working as a registered nurse in UK. She is the daughter of Mr. Johnson Louis and Mr. Elizabeth Johnson. Okay, ഇനി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് അവർ ഹാൻഡ്സം ഗ്രൂപ്പ്. Joshua, his parents, Mr. Joy and Mrs. Gigi Joy, and his siblings, Mr. Joy and Mrs. Jerry Joy. Please come on to the stage. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ കൈയടിയോടുകൂടെ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Her parents, Mr. Johnson Louis and Mrs. Elizabeth Johnson, please come on to the stage. അവരെയും ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് നിറഞ്ഞ കൈയടിയോടുകൂടെ അവരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു കുടുംബം ഇവിടെ പുതിയതായി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ബോണ്ട് എന്നും നല്ല സ്നേഹത്തോടെ പരസ്പരം പങ്കുവയ്ക്കലിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി ഈ സുദിനത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ ഒരിക്കൽ കൂടെ നേരുന്നു. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. ഗ്രാൻഡ് പാരൻസ്, എസ്പെഷ്യലി എലിജോ ജോൺസൺ, നമ്മുടെ ജിസയുടെ ബ്രദറാണ്. അദ്ദേഹം എന്നും ഇവരോടൊപ്പം ഉണ്ടാവട്ടെ. ഇവരുടെ ഗ്രാൻഡ് പാരൻസിലേക്ക് പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എന്നും ഇവരോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, നമ്മളിന്റെ ഒഫീഷ്യൽ സെറമണിയിലോട്ട് കടക്കുകയാണ്. ആദ്യമായി ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണി. അതിനായി നമ്മുടെ നവവധൂവരന്മാരെയും ഫാമിലി മെമ്പേഴ്സിനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം. Holding on through all the years, looking back brings me to tears. Oh, I wanna see this through. All I know is how I feel, and all I want is what is real. Oh,
Thank you.
ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. കല്യാണ നാളിൽ വെൽവെലനിലെ വെള്ള കനായിലെ കല്യാണ നാളിൽ വെൽവെലനിലെ വെള്ള വിസ്മയത്തിൽ മുഴുകിലോ വിസ്മൃതിയിൽ തുടരുമോ മണിമനാട്ടി കനായിലെ കല്യാണ നാളിൽ കൈകരണിയിലെ വെള്ള കാലികൾ മേയും പുൽത്തൊഴുത്തി മധ്യനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തി മധ്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിലെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിലെന്നും ആഹാ ഞാനെത്ര ഭാഗ്യവാൻ ആഹാ ഞാനെത്ര ഭാഗ്യവാനേശുവിൻ ജീവനെ കനായിലെ കല്യാണ നാളിൽ കൈകരണിയിലെ വെള്ള മുന്തിരിയ ഉമ്മയെ സൗഖ്യമാക്കിയിടയൻ അന്തരക്കാഴ്ചയേകിനാഥൻ ഉമ്മയെ സൗഖ്യമാക്കിയിടയൻ അന്തരക്കാഴ്ചയേകിനാഥൻ പാരിതിൽ സ്നേഹസൂത്രമിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനമിടറി പാരിതിൽ നാഥൻ പാദമിടറി ആഹാ ഞാനെത്ര ഭാഗ്യവാൻ ആഹാ ഞാനെത്ര ഭാഗ്യവാനേശുവിൻ ജീവനെ കനായിലെ കല്യാണ നാളിൽ കൈകരണിയിലെ വെള്ള വിരിയ കനായിലെ കല്യാണ നാളിൽ കൈകരണിയിലെ വെള്ള വിരിയ വിസ്മയത്തിൽ മുഴുകിലോ വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി കനായിലെ കല്യാണ നാളിൽ കൽവരണിയിലെ വെള്ള വിരിയ മഹിമ കാട്ടി മഹിമ കാട്ടി
slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here alone, missing you. And what if I didn't run? The second chance wasn't gone. And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here alone, missing you. What if I didn't run? Second chance wasn't gone. What if you were the one? What if I wasn't done loving you? What if I wasn't done loving you? What if I wasn't done loving you? And maybe I should've known that letting you let me go would leave me here all alone, missing you. And what if I didn't run? The second chance wasn't gone. And what if you were the one? Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds, gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds, gazing at them stars. It's so beautiful with you. പുതിയ ജീവിതത്തിലേക്ക് പലർത്തുവയ്ക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, മനുഷ്യനെ ഏകനായിരിക്കും നന്നല്ല, അവനിണങ്ങിയ തുണയെ നീ സൃഷ്ടിച്ചുവല്ലോ കർത്താവേ. അതുപോലെ അവനിണങ്ങിയ തുണയെ തന്നെ നീ നൽകുന്നവർ നന്ദി പറയുന്നു. ഈശോയെ,
നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി അവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് മകളെ വിട്ടുവരിയുന്നതിനുള്ള വിഷമം ഉണ്ടെന്ന് നീ അറിയുന്നവരോ കർത്താവെ, അവരുടെ ഹൃദയങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഈ കുടുംബത്തിൽ നിറയ്ക്കണമേ. ജോയിയെയും മകനെയും ജിജിയെയും മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്ന നല്ല ഈശോയെ നസ്രത്തിൽ കുടുംബം പോലെ നല്ലൊരു കുടുംബജീവൻ നയിക്കുവാൻ ഈ മക്കളെ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഈ മകൾക്ക് അവരുടെ ജീവിതത്തിലൂടെ ഈ കുടുംബത്തിന് താങ്ങും തന്നമായി തീരുവാൻ അനുഗ്രഹം കർത്താവെ ഈ മകൾക്ക് നൽകണമെന്നും ഈ മക്കളെ ഓരോന്നാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, മാതാവേ, ഇതാ മക്കളെ അങ്ങേ നീലാങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, അങ്ങ് ഒരു കുടുംബിനിയായി ജീവിച്ചതുപോലെ ഈ മക്കളും പ്രത്യേകിച്ച് ജിസ, ജോഷുവിൻ നല്ലൊരു കുടുംബജീവൻ നയിക്കുവാൻ നസ്രത്തിലെ തിരുകുടുംബം പോലെ നല്ലൊരു ജീവൻ നയിക്കുവാനുള്ള കൃപ മക്കൾക്ക് നൽകണമേ. സന്താന ഭാഗ്യം നൽകി മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നീല അങ്കയ്ക്കുള്ളിൽ ഈ കുടുംബത്തെ എല്ലാവരും പൂർണ്ണമായി പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സകല വിശുദ്ധന്മാരെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ രക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, എത്രയും ദയുള്ള മാതാവേ, എൻ്റെ സങ്കേതത്തിലൂടെ വന്ന് എനിക്ക് ഉപകാര സഹായം തേടി അങ്ങ് മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായി കന്യകയുള്ള മാതാവേ, ഈ ശാസ്ത്ര ശരണപ്പെട്ട അങ്ങേ തൃപ്പാദങ്ങൾ ഞങ്ങളെന്നും വിലപിച്ച് നേർച്ചിന്തി പാവിയായ ഞാൻ അങ്ങയുടെ ആത്മികത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കരുളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.